ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് അവക്കാഡോയുടെ അതായത് നമ്മൾ ബട്ടർ എന്ന് പറയുന്ന ബട്ടറിൻ്റെ വിത്ത് മുളപ്പിച്ച് അതിൻ്റെ തൈ നടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പല വീട്ടുകളിലും കണ്ടിട്ടുണ്ട് അവക്കാഡോ കായിടാതെ വലിയ മരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന അവക്കാഡോയുടെ വിത്ത് എടുത്ത് മുളപ്പിച്ചിട്ട് നമ്മൾ അത് നടുകയാണെങ്കിൽ, ഇവിടെ നട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ 3 വർഷമായപ്പോഴൊക്കെ കായ് ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വിത്ത് എടുത്ത് മുളപ്പിച്ച് തൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മുളപ്പിച്ചത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ നമുക്കിത് നടും വേണം. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇത് ഞാൻ കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ശേഖരിച്ച വിത്തുകളാണ്. 3 വിത്ത് എനിക്ക് കിട്ടിയുള്ളൂ. അത് 3ഉം മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഇതുപോലെ പോട്ടിലാക്കണമെന്നൊന്നുമില്ല, മണ്ണിൽ വെച്ചിട്ട് കുറച്ച് കരിയില വെച്ചിട്ട് നമുക്കൊന്ന് നനച്ച് കൊടുക്കുക. വേനൽക്കാലമാണെങ്കിൽ നമ്മൾ ദിവസവും ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൽ നന്നായിട്ട് കായ് ഉണ്ടാകുന്ന ഒരു മദർ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് പലരും കൊണ്ടുപോയി വെച്ചിട്ട് ഒരു 3.5 വർഷമൊക്കെ ആയപ്പോൾ കായ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞതിൻ്റെ ഇതിലാണ് ഞാനും ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചത്. അപ്പോൾ വിത്തൊക്കെ മുളച്ച് റെഡിയായി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റാം. കൂടുതൽ ഇതിൻ്റെ വേര് വളർന്ന് പോകുന്നതിന് മുന്നേ നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. എന്നാൽ അതിന് വാട്ടം കൂടാതെ തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിതൊക്കെ ഗ്രോ ബാഗിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ കുറച്ച് മുന്നേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാടൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. സൈഡൊക്കെ നമുക്ക് ക്ലിയറാക്കിയിട്ട് നമുക്ക് ലേശം വളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് സൂക്ഷിച്ച് പിടിക്കണം. തയ്യാക്കിയിട്ട് അതിനത്ര ദിവസമായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഒരു തൈ നമ്മൾ നട്ടു. നമുക്ക് അടുത്ത തൈ നടണം.